ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബണ്ണിൻ്റെ റെസിപ്പിയാണ്. കടയിൽ നിന്നും മേടിച്ച് കഴിക്കുന്നതിനേക്കാളും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബണ്ണാണിത്. ഓവണൊന്നും ഇല്ലാതെ തയ്യാറാക്കിയിട്ടുള്ള ബണ്ണിൻ്റെ റെസിപ്പിയാണ്. നല്ല സോഫ്റ്റ് ആയിട്ട് പഞ്ഞി പോലെ ഇരിക്കുന്ന ഒരു ബണ്ണിൻ്റെ റെസിപ്പിയാണിത്. ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ടും കണ്ടിരുന്നാലേ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പായി എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതിൻ്റെ കൂടെ തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാനും മറക്കരുതേ. ഇനി റെസിപ്പിയിലോട്ട് കടക്കാം. ഈ റെസിപ്പി തയ്യാറാക്കാനായിട്ട് ആദ്യം തന്നെ ഇവിടെ ഒരു പാത്രത്തിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഇനി 1/2 കപ്പ് അളവിലുള്ള ഇളം ചൂടുള്ള പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പശുവിൻ പാലാണ്. ഇനി ഇതിലേക്ക് ഒരു നുള്ള് ഉപ്പിട്ട് കൊടുക്കാം. അടുത്തതായി ഇതിലേക്ക് ഇതുപോലൊരു സ്പൂൺ അളവിൽ ഈസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത്. ഡ്രൈ ഈസ്റ്റോ ഇൻസ്റ്റന്റ് ഈസ്റ്റോ ഏതായിരുന്നാലും കുഴപ്പമില്ല. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര 50 ഗ്രാം അളവിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കടയിൽ നിന്ന് മേടിക്കുമ്പോൾ കിട്ടുന്ന ബന്നിന് ഇത്രയും മധുരം കാണത്തില്ല. ലൈറ്റ് ആയിട്ടുള്ള ഒരു മധുരമേ കാണത്തുള്ളൂ. ഇത് അത്യാവശ്യം മധുരമുണ്ട്. ഒരുപാട് നല്ല മധുരമല്ല, എന്നാലും അത്യാവശ്യം നല്ല മധുരത്തോടെ കഴിക്കുന്ന ഒരു ബന്നായിട്ടാണ് ഞാനിത് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് ഇത്രയും മധുരം വേണ്ടാന്നുണ്ടെങ്കിൽ ഇതിന്റെ പകുതി ചേർത്ത് കൊടുത്താൽ മതി. നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഉണ്ടാക്കി കഴിക്കാവുന്നതല്ലേ. അതുകൊണ്ടാണ് ഞാൻ അതിനനുസരിച്ചുള്ള മധുരവും കൂടെ ഇട്ട് കൊടുത്തത്. ഇനി ഇതിലേക്ക് ഉപ്പില്ലാത്ത ബട്ടർ 100 ഗ്രാം അളവിലാണ് ഇട്ട് കൊടുക്കുന്നത്. ബട്ടർ ചേർത്ത് കൊടുക്കുമ്പോൾ ഇതുപോലെ സോഫ്റ്റ് ആയിട്ടുള്ള ബട്ടർ ആയിരിക്കണം ചേർത്ത് കൊടുക്കേണ്ടത്. ഇതുണ്ടാക്കാനായിട്ട് 1 മണിക്കൂർ മുമ്പ് ബട്ടർ ഫ്രിഡ്ജിൽ നിന്നും എടുത്ത് പുറത്ത് വെച്ചിരിക്കണം. അപ്പോൾ ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബട്ടർ ആയിട്ടിരിക്കും. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ബട്ടർ ഇതുപോലെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുത്താലും ഇതുപോലെ തരിതരിയായിട്ട് കിടക്കും. അത് കുഴപ്പമില്ല. നമ്മൾ മാവിട്ടിട്ട് കുഴച്ചെടുക്കുമ്പോൾ കറക്റ്റായിട്ട് ഒരു പരുവത്തിൽ കിട്ടിക്കോളും. ഇനി ഇതിലേക്ക് 250 ഗ്രാം കപ്പിന്റെ അളവിൽ 2 കപ്പ് മൈദയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതുപോലെ 2 കപ്പ് മൈദയും ഇട്ട് കൊടുത്തതിന് ശേഷം കൈവച്ച് നന്നായിട്ട് ഇതൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇതുപോലെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുത്തതിന് ശേഷം നല്ല പോലെ ഇതൊന്ന് കുഴച്ചെടുക്കാം. ഇത് കുഴച്ചെടുക്കാനായിട്ട് ഇത്തിരി സമയം വേണ്ടി വരും. നമ്മൾ എത്രത്തോളം നന്നായിട്ട് കുഴയ്ക്കുന്നോ അത്രയും നല്ല സോഫ്റ്റും നല്ല രുചിയായിട്ടുള്ള ബണ്ണാണ് കിട്ടുന്നത്. ഞാനിപ്പോൾ ഈ ഒരു പാത്രത്തിലിട്ട് നന്നായിട്ട് ഈ മാവൊന്ന് സെറ്റാക്കി എടുത്തതിന് ശേഷം കൗണ്ടർ ടോപ്പിലേക്ക് എടുത്തിട്ടിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. ഇതുപോലെ നന്നായിട്ട് കുഴച്ചെടുത്താൽ മാത്രമേ നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബണ്ണും കിട്ടുള്ളൂ. ഒരു 10 മിനിറ്റ് നേരമെങ്കിലും ഞാനിത് നല്ല പോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാനിതാ ഈ മാവ് നന്നായിട്ട് കുഴച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. റെഡിയാക്കിയെടുത്ത മാവിനെ ഇനി ഒരു പാത്രത്തിലേക്ക് വെച്ച് കൊടുത്തിട്ട് അടപ്പ് വെച്ചൊന്ന് അടച്ചു വെച്ചേക്കാം. ഞാനിപ്പോൾ ഇതുപോലൊരു അടപ്പ് വെച്ചിട്ടാണ് അടച്ചു വെച്ചിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ ക്ലിൻഡാം ഉണ്ടെങ്കിൽ അത് എയർ ടൈറ്റ് ചെയ്ത് വെച്ചിരുന്നാലും മതി. ഇങ്ങനെ വെച്ചിരുന്നാലും കുഴപ്പമില്ല. മാവ് ഡബിൾ ആയിട്ട് പൊങ്ങി വരും. ഞാനിപ്പോൾ 1 മണിക്കൂർ നേരം ഇതുപോലെ റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിരുന്നു. ഈ മാവ് ഇപ്പോൾ ഡബിൾ ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഈ മാവ് ഒന്നുകൂടി കറക്റ്റാക്കി ഇതുപോലെ ബോൾസ് ആക്കി വെക്കുന്നുണ്ട്. ഇനി ഈ മാവിനെ ഇതുപോലെ ഒരു ബോർഡിലേക്ക് എടുത്തു വെച്ചതിന് ശേഷം ഇത് 4 ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം 4 ബോൾസ് ആക്കിയിട്ട് റെഡിയാക്കി എടുക്കാം. ഇതുപോലെ ബോൾസ് ആക്കിയതിന് ശേഷം മാവ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുന്നില്ല. ഒത്തിരി നേരം വെച്ചിരുന്നിട്ടാണ് റെഡിയാക്കി എടുക്കുന്നതെങ്കിൽ ഇത് ഡ്രൈ ആയി പോവാതിരിക്കാൻ വേണ്ടി ഇതിന് മുകളിലേക്ക് ഒരു കോട്ടൺ തുണി നനച്ചിട്ട് കൊടുക്കാം. ഇനി ഇതിൽ നിന്നും ഒരു മാവ് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് പരത്തുന്നുണ്ട്. ഒരുപാടങ്ങ് പരത്തണ്ട, ഇതുപോലെ നീളത്തിലൊന്ന് പരത്തിയാൽ മതി. ഇത്രയും മതി. എന്നിട്ട് ഇതിന്റെ 2 സൈഡും ഇതുപോലെ ഒന്ന് മടക്കി കൊടുത്ത ശേഷം അതിനെ ഇതുപോലെ വീണ്ടും ഒന്നുകൂടി മടക്കിയിട്ട് ഇവിടെ ഒന്ന് ടൈറ്റ് ചെയ്ത് വെച്ച് കൊടുക്കാം. ഇതുപോലെ ചെയ്തെടുക്കുന്നത് മാവ് വെന്ത് വരുമ്പോഴത്തേക്ക് നല്ല ഫ്ലഫി ആയിട്ടുള്ള ഡബിൾ ആയിട്ടുള്ള ഒരു ബണ്ണായിട്ട് കിട്ടാനാണ്. ഇപ്പോൾ ഇതാ ഇതുപോലെ ഈ ഒരു ഷേപ്പിൽ ഈ ബോൾസ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ ബാക്കി 3 ബോൾസും റെഡിയാക്കി എടുക്കുന്നുണ്ട്. ഇനി ഞാനിത് വേവിച്ചെടുക്കുന്നത് ഇതുപോലെ കേക്കിന്റെ മൗൾഡിലാണ്. ഇതിൽ നേരത്തെ തന്നെ ബട്ടർ സ്പ്രെഡ് ചെയ്ത് വെച്ചിരുന്നതാണ്. ഇതിലേക്ക് ഇനി ഇതെല്ലാം വെച്ച് കൊടുക്കാം. ഇനി ഇതിന് മുകളിലേക്ക് ഒരു മുട്ട പൊട്ടിച്ച് ഇളക്കി കൊടുത്തത് ഒന്ന് സ്പ്രെഡ് ആക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഇത് വേവിച്ചെടുക്കാനായിട്ട് ഒരു അലൂമിനിയത്തിന്റെ പാത്രം ഇതുപോലെ 10 മിനിറ്റ് മുമ്പേ ലോ ഫ്ലെയിമിലിട്ടൊന്ന് ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിലേക്ക് ഇത് ഇറക്കി വെച്ച് കൊടുത്തതിന് ശേഷം ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിലിട്ട് തന്നെ ഇതൊന്ന് വേവിച്ചെടുക്കാം. 30 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാനിത് തുറന്ന് നോക്കിയിരുന്നു. അപ്പോൾ ഇത് വെന്തിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഒരു 45 മിനിറ്റ് അതിന് ശേഷം ഞാനിത് തുറന്ന് നോക്കുന്നുണ്ട്. ഇനി ഇത് വെന്തോന്ന് അറിയാനായി ഇതുപോലൊരു ടൂത്ത് പീക്ക് വെച്ചിട്ടൊന്ന് കുത്തി കൊടുത്ത് നോക്കാം. ഇപ്പോൾ ഇത് എടുത്ത് നോക്കിയപ്പോൾ മാവൊന്നും പറ്റി പിടിച്ചിട്ടില്ല. ഇപ്പോൾ ഇത് വെന്തിട്ടുണ്ട്. ഇപ്പോൾ ഞാനിത് മൗൾഡിൽ നിന്നും എടുത്തു മാറ്റി ഇതുപോലൊരു ബോർഡിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്.
ഇത് 4ഉം കൂടി ഇപ്പോൾ ഒന്നായിട്ടിരിക്കുകയാണ്. ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ദാ നമ്മുടെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പഞ്ഞ് പോലത്തെ ഒരു ബണ്ണാണ് റെഡിയായി കിട്ടിയിട്ടുള്ളത്. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഞാൻ ഇതിൽ നിന്നും ഒരെണ്ണം എടുത്ത് പൊട്ടിച്ച് കാണിച്ചു തരാം. ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും എത്രത്തോളം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബണ്ണാണ് ഇത് കിട്ടിയിട്ടുള്ളതെന്ന്. അപ്പോൾ കടയിൽ നിന്നും മേടിച്ച് കഴിക്കുന്നതിനേക്കാളും ഇരട്ടി രുചിയിൽ നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുത്ത് കഴിക്കുന്നതായിരിക്കും നല്ലത്. എപ്പോഴും ബണ്ണൊന്നും കഴിക്കില്ല എങ്കിലും നമ്മൾ കഴിക്കണം തോന്നുവാണെങ്കിൽ ഇതുപോലെ ഒരു തവണ ഒന്ന് ഉണ്ടാക്കി കഴിച്ചു നോക്കുക. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ റെസിപ്പി. ഈ റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഞാനിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.